ദോസ്തോ, എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നിവിടെ വ്യാവഹാരിക് ഹിന്ദിയുടെ ഭാഗമായി ഉള്ള കുറച്ച് ഭാഗമാണ്. നമ്മുടെ സെറ്റ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള സിലബസിലെ ഗ്രാമറിൽ നിന്നുള്ള കുറേ ഭാഗങ്ങളുണ്ട്. അത് വിശദമായി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ കൂടുതലൊന്നും ഇന്ന് പഠിപ്പിക്കുന്നില്ല. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഹിന്ദി അധ്യാപകർ അല്ലെങ്കിൽ ഹിന്ദി ഉപയോഗിക്കുന്നവരെല്ലാവരും, പ്രത്യേകിച്ചും ഹിന്ദി മാതൃഭാഷ അല്ലാതെയുള്ള ആളുകൾ ഹിന്ദി സംസാരിക്കുമ്പോൾ അതിൽ ഒത്തിരി ത്രുടി മീൻസ് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. പക്ഷേ വേറൊന്നാണ്, ഗ്രാമർ നോക്കി ആരും സംസാരിക്കാറില്ല. ഗ്രാമർ നോക്കി സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സംസാരം നടക്കുകയില്ല. ഹിന്ദി അത് മാതൃഭാഷയായിട്ടും കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ആയിട്ടും പല രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഗ്രാമർ നോക്കേണ്ട. ആശയവിനിമയം, ഭാഷ की उद्देश्य क्या है, आदान प्रदान, भावों का आदान प्रदान करना है എന്നാ ഭാഷ കൊണ്ട് ആശയവിനിമയം നടത്തുക എന്നതാണ്. അവിടെ ഗ്രാമർ വേണമെന്നില്ല. പക്ഷേ നമ്മൾ സാഹിത്യ വിദ്യാർത്ഥികളാണ്, നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നവരാണ്. അവർ ഗ്രാമർ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ചും മത്സര പരീക്ഷകളിൽ അത്തരം ചോദ്യങ്ങളുണ്ടാകും. ഞാനിവിടെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത് നെ ക പ്രയോഗ് ആണ്. നെ ഏറ്റവും ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉണ്ടാകും. നെ ക പ്രയോഗ്. നെ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം അതൊരു കാരകമാണെന്നറിയാം. കർത്തൃകാരകമാണ്. നെ കോസെ കാക്കെ കി മേപ്പർ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നെ കോസെ കാക്കെ കി മേപ്പർ. ഈ കാരകങ്ങളിൽ അതിൽ ഒരെണ്ണമാണ് നെ. ഓക്കെ, നേക്ക് പ്രത്യേകിച്ച് യാതൊരു അർത്ഥവും ഇല്ല. നിരുപദ്രവകാരിയാണ് നെ. നേക്ക് പ്രത്യേകിച്ച് യാതൊരു അർത്ഥവും ഇല്ല. അതാണ് നെ. അത് കർത്തൃകാരകമാണ്. എപ്പോഴും സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. കർത്താവ് ആരാണോ ആ കർത്താവിൻ്റെ കൂടെയാണ് നെ നിൽക്കുന്നത്. രാംനെ, ഗോപാലിനെ, സീതാനെ, കിതാബിനെ, ചിടിയാനെ എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ, അതാണ് നെ. ആ നേക്ക് യാതൊരു അർത്ഥമില്ല. രാം നെ അല്ല ഗോപാലിനെ അല്ലെ സജീവിനെ, രാഹുലിനെ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ സജീവ് എന്നൊക്കെ ഉള്ളൂ. അതിന് വേറെ ഒരു അർത്ഥവും വരില്ല നെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ അത് ഗ്രാമറ്റിക്കലി നമ്മളത് ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറേ മാറ്റങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മാറിപ്പോവും, സ്ട്രക്ചർ തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ അത് പഠിച്ചിരിക്കണം. നിങ്ങൾ പരീക്ഷാർത്ഥികൾ നേ കാ ഉപയോഗ് നല്ല രീതിയിൽ, നേ കാ പ്രയോഗ് നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഓക്കെ, നേ സാധാരണ എന്നല്ല, നേ ഭൂതകാലത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ്. ഭൂതകാലത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ്. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കൂ. നേ കാ പ്രയോഗ്, നേ ഭൂതകാലത്തിൽ ഉപയോഗിക്കുന്നതാണ്. വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം. ഏതൊരു ലാംഗ്വേജിനും 3 കാലങ്ങളുണ്ട്. കഴിഞ്ഞുപോയതിന് ഭൂതകാലം, വരാനിരിക്കുന്നതിന് ഭാവികാലം, ഇപ്പോൾ പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലം എന്ന് പറയും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ഈ രണ്ട് വർത്തമാനകാലത്തിലും ഭാവികാലത്തിലും നേക്കാ പ്രയോഗി നഹി ഹോത്ത ഒരിക്കലും ഉപയോഗിക്കാറില്ല. ബട്ട് എവിടെയാണ് ഭൂതകാലത്തിൽ നേക്കാ പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. അത് എല്ലായിടത്തും കൂടെ ചേർക്കാൻ പാടില്ല. സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ നേ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മാറും, അർത്ഥം മാറും, മൊത്തം തെറ്റിപ്പോവും. പരീക്ഷാ പേപ്പർ പരിശോധിക്കുന്നവർ അത് വെട്ടിക്കളയും, അത് ഏത് രീതിയിലാണെങ്കിലും. ഓക്കെ, നമുക്ക് നോക്കാം നേ എവിടേക്ക് ഉപയോഗിക്കാം. 6 ഭൂതകാലങ്ങളുണ്ട്. അതിൽ സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ, പൂർണ്ണ ഭൂതകാൽ, സന്ദിഗ്ധ ഭൂതകാൽ. ഈ 4 ഭൂതകാലങ്ങളിൽ സബ്ജക്റ്റിനോട് കൂടി വേണം നേ ചേർക്കാൻ. സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ, പൂർണ്ണ ഭൂതകാൽ, സന്ദിഗ്ധ ഭൂതകാൽ. ഇനി ഭൂതകാൽ രൂപം മേ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ ഭൂതകാല രൂപങ്ങളിൽ നേ ഉപയോഗിക്കണം. ഇനി നേ ഉപയോഗിക്കേണ്ടപ്പോഴാണ് സകർമ്മ ക്രിയ കെ സാത്ത്, സകർമ്മക്ക് അകർമ്മക് എന്ന് 2 രീതിയിലുള്ള ട്രാൻസിറ്റീവ് വെർബ് എന്നൊക്കെ കേട്ടില്ലേ. 2 രീതിയിലുള്ള വെർബുകളുണ്ട്, സകർമ്മക ക്രിയ ഓർ അകർമ്മക ക്രിയ. ഇതിൽ സകർമ്മക ക്രിയയുടെ കൂടെ മാത്രമാണ് നേ ചേർക്കേണ്ടത്. നോക്കൂ, സകർമ്മ ക്രിയ കെ സാത്ത് നേ കാ പ്രयोग होता है. നേ ഹമേശ കിസ്കെ സാത്ത് സകർമ്മക ക്രിയ കെ, കർമ്മമുള്ള ക്രിയയാണ്. കർമ്മമുണ്ടോ ഇല്ലയെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ആം ഖായ എന്താ തിന്നത്? മാങ്ങ. അപ്പോൾ അവിടെ ഒരു കർമ്മമുണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, മാങ്ങ. ആം ഖായ. സിനിമ ദേഖ, എന്ത് കണ്ടു? അതിനുത്തരമുണ്ട് സിനിമ. അതാണ് കർമ്മം. ഓക്കെ, കർമ്മ സകർമ്മകവും അകർമ്മകവും ഉണ്ട്. ഇവിടെ സകർമ്മക ക്രിയകളോട് കൂടിയാണ് നേ
ചേർക്കേണ്ടത്. सकर्म क्रिया के साथ ने का प्रयोग होता है. ഇനി നോക്കേ, നേ ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ ഏതാണോ കർമ്മം, കർമ്മയ്ക്ക് ലിംഗവചൻ കെ അനുസാർ ക്രിയ ബദൽത്തി ഹെ. കർമ്മത്തിൻ്റെ ലിംഗം വചനം എന്ന് ഒരെണ്ണം ഉള്ളത് ഏകവചനം, ഒന്നിലധികമുള്ളത് ബഹുവചനം അല്ലേ? പുല്ലിംഗ സ്ത്രീലിംഗ്, രണ്ട് ലിംഗങ്ങൾ. അങ്ങനെ കർമ്മത്തിൻ്റെ ലിംഗവചനം അനുസരിച്ച് ക്രിയ മാറും. അതാണ് ക്രിയ കർമ്മയ്ക്ക് ലിംഗവചനയ്ക്ക് അനുസാർ ബദൽത്തി എന്ന് പറയുന്നത്. സകർമ്മക ക്രിയയോടുകൂടി വേണം നേ ചേർക്കാൻ. നേ ചേർത്ത് കഴിഞ്ഞാൽ ക്രിയയ്ക്ക് പിന്നെ പ്രാധാന്യമില്ല, അവിടെ കർമ്മത്തിനാണ് പ്രാധാന്യം. കർമ്മയ്ക്ക് ലിംഗവചനയ്ക്ക് അനുസാർ ബദൽത്തി ഹെ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? अब हम जाएंगे अगला पॉइंट, अगला महत्वपूर्ण पॉइंट है. इनी अगर कर्म नहीं, कर्मविल्ला എന്ന് വയ്ക്കുക. अगर कर्म नहीं तो क्या करेंगे? कर्म नहीं तो क्रिया हमेशा पुल्लिंग एकवचन में है. कर्म नहीं तो पुल्लिंग एकवचन में होता है ना. ठीक है, अगला पॉइंट देखो. कर्म के साथ को प्रत्यय, कर्म के साथ को प्रत्यय, നേക്കോ സേ यहाँ കോ പ്രത്യയ, കോ ഇക്കോ നേ ഏ നേ എന്നൊക്കെ അതിന് അർത്ഥങ്ങളുണ്ട് മലയാളത്തിൽ. അപ്പോൾ കോ പ്രത്യയ ചേർത്ത് കഴിഞ്ഞാൽ അത് പുല്ലിംഗം ഏകവചനമാണ്. കോ കർമ്മത്തിനോടുകൂടി കർമ്മത്തിനോടുകൂടി കോ പ്രത്യയം വന്നിട്ടുണ്ടെങ്കിൽ ആംകോ ഖായ എന്ന് പറയില്ല. ലതാക്കോ, ലത സ്ത്രീലിംഗമാണ് അല്ലേ? ലതാക്കോ എന്താണ്? മാര. ബച്ചേക്കോ, ബച്ചോങ്കോ മാര എന്നൊക്കെ പറഞ്ഞില്ല. അവിടെ കർമ്മത്തിൻ്റെ കൂടെ കോ വരുന്നുണ്ട്. ഗായ്ക്കോ, നല്ലൊരു എക്സാമ്പിൾ, ഗായ്ക്കോ ബേച്ച. ഗായ് സ്ത്രീലിംഗമാണ്. സാധാരണഗതിയിൽ ഗായ്ക്കോ ബേച്ചി എന്നല്ലേ വരുള്ളൂ. അവിടെ തെറ്റാണ്. അവിടെ ഗായ് അല്ല, ഗായ് അവിടെ സബ്ജക്റ്റാണ്. ഗായ്ക്ക് ഇവിടെ സബ്ജക്റ്റായിട്ട് വരികയാണ്. ഇവിടെ കർമ്മമാണ്. എന്തിനെയാണ് വിറ്റത്? ഗായ്, പശുവിനെയാണ് വിറ്റത്. ഗായ്ക്കോ. അപ്പോൾ അതിൻ്റെ കൂടെ കോ ഉണ്ട്. കോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലിംഗവചനം നോക്കണ്ട. അവിടെ കോ ഇല്ലായിരുന്നെങ്കിൽ ഗായ് ബേച്ചി എന്നേ പറയുള്ളൂ. ഗായ് ബേച്ചി, പശുവിനെ വിറ്റു. പക്ഷേ ഗായ്ക്കോ, കോ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ബേച്ച എന്ന് വേണം പറയാം. അതാണ് ഞാൻ ഈ പറഞ്ഞത്. കർമ്മയ്ക്ക് സത് കോ പ്രത്യയ ഹോ, കർമ്മത്തിനോടൊപ്പം കോ പ്രത്യയം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അത് പുല്ലിംഗം ഏകവചനത്തിലായിരിക്കും. ഇതാണ് നേയുടെ പ്രത്യേക നിയമങ്ങൾ. നേ അർത്ഥമില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾക്കും അറിയാം അർത്ഥമില്ല എന്ന് കരുതി എല്ലായിടത്തും കൂടെ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ നേ ചേർത്ത് കഴിഞ്ഞാൽ ആശയം മാറിപ്പോകും. നമ്മൾ എഴുതുന്നതും പറയുന്നതുമായ സെൻറ്റൻസുകൾ ഘടകവിരുദ്ധമാകും. ഓക്കെ, देखो ഇനിയുണ്ട് സച്ച്, ലഗ്, ലാ, ബോൽ, ഭൂൽ. ഇവയെല്ലാം എന്താണ്? ഓക്സിലറി വെർബ്സ് ആണ്. അതായത് എന്താണ്? സഹായക്രിയകളാണ്. ഓടാൻ തുടങ്ങി, ഒരാൾ ഓടാൻ തുടങ്ങി. ഓടുക എന്നുള്ളത് മെയിൻ വെർബും തുടങ്ങുക എന്നുള്ള സഹായക്രിയയുമാണ്. പറയാൻ തുടങ്ങി, പറയുക എന്നുള്ള മെയിൻ വെർബ്, അതിലൂടെ തുടങ്ങുക എന്നുള്ള ഓക്സിലറി വെർബ്, സഹായക്രിയ. ഇവിടെ അതുപോലെ തന്നെ ഏതൊക്കെയാണ്? സക്, ചുക്, ലഗ്. ഞാനിപ്പോൾ പറഞ്ഞ ലെഗിനെ കുറിച്ചാണ്, തുടങ്ങുക. അപ്പോൾ സക് ഒരു സഹായക്രിയയാണ്, ലഗ്, ചുക്ക് വേറെന്നാണ്, ലഗ് വേറെന്നാണ്, ലാ, ബോൽ, ഭൂൽ ആദി ക്രിയാവോं के साथ ने का प्रयोग कभी न होता. ഒരിക്കലും നേ അവിടെ ഉപയോഗിക്കുന്നില്ല. സെൻറ്റൻസിൽ സഖ് വരികയോ ചുക്ക് വരികയോ ലഗ് വരികയോ ലാ, ബോൽ, ഭൂൽ മുതലായ ക്രിയകൾ വരികയോ ചെയ്താൽ നേ ചേർക്കാൻ പാടില്ല. അത് മറ്റൊരു നിയമം. അപ്പോൾ ഇങ്ങനെ നേ സംബന്ധിച്ച് കുറച്ച് നിയമങ്ങളുണ്ട്. നമ്മളിനി പോകാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളിലേക്കാണ്. ഓക്കെ, എല്ലാവരും തയ്യാറല്ലേ? ചോദ്യം വാക്യശുദ്ധി കീജിയെ, ശുദ്ധി കീജിയെ, വാക്യശുദ്ധി കീജിയെ എന്നൊക്കെ പറഞ്ഞാൽ 4 സെൻറ്റൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 സെൻറ്റൻസിൽ ഒരെണ്ണം, അതെല്ലാം ശരിയല്ല, ഒരെണ്ണം മാത്രമേ ശരിയായിട്ടുള്ളൂ. എല്ലാത്തിലും നേ ഉണ്ട്, ചിലതിൽ നേ ഇല്ല. അപ്പം നിങ്ങളിത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളതാണ്. ഇതിൽ കറക്റ്റ് ഏതാണ്, റോങ് ഏതാണ് എന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നോക്കൂ, വാക്യശുദ്ധി കീജിയെ. ലാലുവിനെ മുജ്സെ കിതാബ് ഖരീദി, രാജുവിനെ മുജ്സെ കിതാബ് ഖരീദി. अगला देखो, लालू मुझसे किताब खरीदा. ऑप्शन सी देखो, लालू ने मुझसे किताब खरीदा. ऑप्शन डी देखो, लालू ने मुझसे किताब खरीदता है. നോക്കൂ, എല്ലാത്തിലും നേ ഉണ്ട്. ഇതെല്ലാം ഒരുപോലെയാണ് അല്ലേ? എന്താ നമുക്കറിയേണ്ടത്? കാരണം നേയുടെ നിയമം എവിടെയുണ്ടെന്ന് നോക്കാൻ നോക്ക്. ലാലുവിനെ മുജ്സെ കിതാബ് ഖരീദി, ലാലു മുജ്സെ കിതാബ് ഖരീദ, ലാലുവിനെ മുജ്സെ കിതാബ് ഖരീദ, ലാലുവിനെ മുജ്സെ കിതാബ് ഖരീദത്ത ഹൈ. എല്ലാം ഒരുപോലെയാണ്. അവിടെയാണ് നമ്മൾ നിയമങ്ങൾ ആലോചിക്കേണ്ടത്. നോക്കൂ, നേ എല്ലാത്തിലും സബ്ജക്റ്റ് ലാലു, 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 യേസ്, ലാലു സബ്ജക്റ്റ് ചെയ്തർ. ലാലു കെ സാത്ത് നേ കാ പ്രयोग ഹേ, സബ്ജക്റ്റിനോടൊപ്പം ആഡിറ്റ് നേ ടു സബ്ജക്റ്റ് എന്നാണ്. അപ്പം സബ്ജക്റ്റിനോടൊപ്പം നേ ചേർത്ത് കഴിഞ്ഞു.
ഇനി വരാൻ പോകുന്ന എന്താണ്? ഇനി ഇവിടെ ഒബ്ജക്റ്റ് നോക്ക്. ഒബ്ജക്റ്റ് ലാലുവിനെ മുജ്സെ കിതാബ് ഖരീദി. ലാലു എന്നിൽ നിന്ന്, എൻ്റെ കയ്യിൽ നിന്ന് ഒരു പുസ്തകം മേടിച്ചു എന്ന് പറയുന്നത് ഭൂതകാലമാണ്. അത് സാമാന്യ ഭൂതകാലമാണ്. മേടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ആസന്ന ഭൂതകാലമാണ്. മേടിച്ചിട്ടുണ്ടായിരുന്നു പൂർണ്ണ ഭൂതകാലമാണ്. മേടിച്ചിട്ടുണ്ടാകും, അവന് തന്നെ സംശയമാണ് മേടിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ അതെന്ത്? സന്ദിഗ്ധ ഭൂതകാലമാണ്. ഇങ്ങനെയാണ് ഈ ഞാൻ പറഞ്ഞ ഭൂതകാലങ്ങൾ: സാമാന്യ ഭൂതകാലം, ആസന്ന ഭൂതകാലം, പൂർണ്ണ ഭൂതകാലം, സന്ദിഗ്ധ ഭൂതകാലം. ഈ 4 ഭൂതകാലങ്ങളിൽ മാത്രമേ നെ ചേർക്കാൻ പാടുള്ളൂ. ഇവിടെ ലാലുവിനെ മുജ്സെ കിതാബ് ഖരീദി എന്തായിക്കോട്ടെ. നമുക്ക് ആൻസറിലേക്ക് പോകാം. ആൻസർ എ ആണ് കറക്റ്റ്. അതായത് ഓപ്ഷൻ എ ഇസ് കറക്റ്റ് ആൻസർ. ലാലുവിനെ മുജ്സെ കിതാബ് ഖരീദി. ഇവിടെ കിതാബ് എന്നുള്ളതാണ്, നോക്കൂ, കിതാബ് എന്നുള്ളതാണ് കർമ്മം, ഒബ്ജക്റ്റ്. കിതാബ് എന്ന വേർഡ് സ്ത്രീലിംഗമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഖരീദി എന്ന് വന്നിരിക്കുന്നത്. സബ്ജക്റ്റിൻ്റെ കൂടെ നേ ഉണ്ട്, അവിടെ ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് കിതാബാണ്. കർമ്മയ്ക്ക് ലിംഗവചൻ കെ അനുസാർ ക്രിയ ബദൽത്തി എന്നാണ് പറയുന്നത്. കർമ്മത്തിൻ്റെ ലിംഗവചനം അനുസരിച്ചാണ് ക്രിയ മാറുന്നത്. കർമ്മം ഇവിടെ കിതാബ് കർമ്മമാണ്. അവിടെ എന്ത് വന്നിരിക്കുകയാണ്? അത് സ്ത്രീലിംഗമാണ്. കിതാബ് കിതാബേം, പുസ്തകേം, ലഡ്കി ലഡ്കിയാം, ഇതെല്ലാം സ്ത്രീലിംഗത്തിൽപ്പെട്ടതാണ്. കിതാബ് കിതാബേം, പുസ്തകേം, ബഹൻ ബഹനേം, ഏമിലേക്ക് അവസാനിക്കുന്ന എല്ലാം സ്ത്രീലിംഗമാണ്. ഇതതിൻ്റെ കുറേ ട്രിക്സുകളാണ്. ഓക്കെ, നോക്കി, അവിടെ കിതാബേം അതിൻ്റെ ബഹുവചനം. ആ ബഹുവചനം ഏമിൽ വന്നു, അതെന്തായിരിക്കാം? അത് സ്ത്രീലിംഗമാണ്. ലാലുവിനെ മുജ്സെ കിതാബ് ഖരീദി, ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ്. നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ക്രാഷ് കോഴ്സ്, 30 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. കാരണം എന്താ? ഇനി 30 ദിവസമേ ഉള്ളൂ നമ്മുടെ എക്സാമിന്. സെറ്റ് എക്സാം ഇനി 30 ദിവസം മാത്രം. നിങ്ങളും സെറ്റ് എക്സാമും തമ്മിലുള്ള അകലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് എക്സാം ഇങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ക്രാഷ് കോഴ്സ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. CC നിങ്ങൾക്കായി ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. ഇനി വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടോ, സെറ്റ് എക്സാം ജാനുവരി 2025. ഇവിടെ സ്മാർട്ട് റിവിഷൻ ക്ലാസ് ആണ്, ക്രാഷ് കോഴ്സാണ്. നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പരിചയക്കാരുണ്ടെങ്കിൽ ഇനിയും അടിച്ചു നിൽക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. എന്നിട്ട് സെറ്റ് ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി ഇവിടെ ചേരുന്ന ഓരോരുത്തർക്കും, അതായത് അവരുടെ സബ്ജക്റ്റ് വിഷയത്തിലാണെങ്കിലും അതല്ല അവരുടെ ജനറൽ പേപ്പർ വിഷയത്തിലാണെങ്കിലും സഹായിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം മെൻറ്റേഴ്സ് നിങ്ങൾക്കായി ഇവിടെ ഉണ്ട്. നമ്മളിവിടെ ഇപ്പം ഞാൻ ഹിന്ദിയാണ്, ഹിന്ദി സബ്ജക്റ്റ് മാത്രമല്ല, ബാക്കി നോക്കൂ ഇവിടെ എന്തൊക്കെയുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ്, മലയാളം, കൊമേഴ്സ്, ഹിസ്റ്ററി ആൻഡ് എക്കണോമിക്സ് ആൻഡ് ഇംഗ്ലീഷ് എന്നീ എല്ലാ വിഷയങ്ങളും ഇവിടെ ക്രാഷ് കോഴ്സ് റെഡിയായിരിക്കുകയാണ്. ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇനിയും ചേരാത്തവരോട് കൂടി ചേരാൻ പറയുക, പഠിക്കുക, ഒരു നിമിഷം പോലും കളയരുത്. നിങ്ങൾ അതിനുവേണ്ടി ഒരു പ്ലാൻ ചെയ്യുക, എങ്ങനെ പഠിക്കണമെന്ന്. ഫസ്റ്റ് ചാൻസ് എഴുതുന്നപ്പോൾ തന്നെ നിങ്ങളത് ക്രാക്ക് ചെയ്യുക. ഇനി ബന്ധപ്പെട്ടതിൻ്റെ നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്, 9746455514. ബന്ധപ്പെട്ട നമ്പറാണ്. നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുക. അങ്ങനെ വീണ്ടും നിങ്ങൾ ആളുകളെ ഇതിൽ ചേർക്കുക. എല്ലാവരും സെറ്റ് എക്സാം ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്രാക്ക് ചെയ്ത് ഫ്യൂച്ചർ സെറ്റാക്കുക. ഓക്കെ, നമ്മൾ വീണ്ടും നമ്മുടെ ഭാഗത്തേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, वाक्य शुद्धि कीजिए। राम ने कहानी सुना था, राम ने कहानी सुनी थी, राम कहानी सुना था, राम ने कहानी सुनता था. നോക്കെ, എല്ലാത്തിൻ്റെ കൂടെയും നേ ഉണ്ടോ നോക്ക്. രാംനെ നേ എവിടെ ചേർക്കണ്ടേ? കർത്താവിൻ്റെ കൂടെയാണല്ലോ നേ ചേർക്കണ്ടേ. കർമ്മക്കേ സദ്നയെ കർത്താക്കെ ആഡ് നേ ടു സബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. ഇനി അവിടെ ക്രിയ എങ്ങനെ ചെയ്ത? അക്കോർഡിംഗ് ടു നമ്പർ ആൻഡ് ജെൻഡർ ഓഫ് ഒബ്ജക്ട്സ്, അങ്ങനെയാണ് ക്രിയ മാറുന്നത്. നോക്കൂ, ഇവിടെ രാംനെ കഹാനി സുനാഥ, അവിടെ രാമൻ സബ്ജക്റ്റാണ്, അതിൻ്റെ കൂടെ നേ ഉണ്ട്. ഓക്കെ, നേ ഉണ്ട്. ദെൻ ഇവിടെ വിച്ച് ഇസ് ഒബ്ജക്റ്റ് കഹാനി, രാമൻ എന്താണ് കേട്ടുകൊണ്ടിരുന്നത്? അതിന് ഉത്തരവുണ്ട്. ഏതാണ്? കഹാനി എന്നതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ കഹാനി അവിടെ കർമ്മമാണ്. കഹാനി ഉടനെ നമ്മൾ അതിൻ്റെ പ്ലൂറൽ ഫോം ആലോചിക്കണേ. കഹാനി യാമിലാണ് അവസാനിക്കുന്നതെങ്കിൽ ആ കർമ്മം അതായത് സ്ത്രീലിംഗമാണ്. കഹാനിയാം, ബച്ചിയാം, ലഡ്കി ലഡിക്കിയാം. ഈകാരാന്തം ദേഖോ, ഈകാരാന്തം കഹാനി, ഈകാരാന്തം ഹമേശ സ്ത്രീലിംഗ് ഹേ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ കാരാന്തം സ്ത്രീലിംഗമാണ്. അതിൻ്റെ പ്ലൂറൽ ഫോം ആണെങ്കിൽ യാം ചേർക്കുമ്പോൾ കഹാനിയാം, റൈറ്റ് ലെഫ്റ്റ് ആകും. ഇത് ലോങ് ബബലാണ്, അത് ഷോർട്ട് ബബലാകും. ഇവിടെ വരും, എന്നിട്ട് യാം ആഡ് യാം. ഈ യാം ചേർത്ത് കഴിഞ്ഞാൽ
യാം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും. അപ്പോൾ കഹാനി സ്ത്രീലിംഗമാണെന്നാണ് ഞാൻ പറഞ്ഞത്. കഹാനി സ്ത്രീലിംഗമാണെന്ന് അറിയാനായിട്ട് എൻ്റെ പ്ലൂറൽ ആലോചിച്ച് നോക്കുക. കഹാനി യാം, യാം എന്നാണ്. ഓക്കെ, മിക്കവാറും ഈയിൽ അവസാനിക്കുന്നതെല്ലാം സ്ത്രീലിംഗമാണ്. കഹാനി സുനാഥ. അപ്പോൾ ഇത് കറക്റ്റ് ആണോ? അല്ല. സുനാഥ കഹാനി സ്ത്രീലിംഗമാകുമ്പോൾ ഇത് രണ്ട് സ്ത്രീലിംഗം ആകേണ്ടതല്ലേ? കർമ്മം സുന്ന എന്നതാണ് ക്രിയ, ആ ക്രിയ സ്ത്രീലിംഗത്തിലേക്ക് മാറേണ്ടതല്ലേ? ഓക്കെ, देखो ബി രാം നെ കഹാനി സുനീതി ഥാ ഥേതി. അത് പൂർണ്ണഭൂതകാലത്തിന്റെ പ്രത്യേകതയാണ്. ഇതെല്ലാം പൂർണ്ണഭൂതകാലത്തിന്റെ പ്രത്യേകതയാണ്. ഥാ ഥേ ധി. ഓക്കെ, അവിടെ ഈ നമ്മുടെ ഒബ്ജക്റ്റ് കർമ്മം എന്ന് പറയുന്നത് സ്ത്രീലിംഗമാകുമ്പോൾ ഇതും സ്ത്രീലിംഗത്തിലേക്ക് മാറ്റണം. സുനാഥ എന്നുള്ളത് സുനീതിയാകും. സുനാഥ സുനീതിയാകും. അപ്പോൾ ഏതായിരിക്കും ഇതിൽ കറക്റ്റ് ആൻസർ? കോൻ ബതാ സക്താ ഹൈ? എന്ന് ആലോചിച്ച് നോക്ക്. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. സബ്ജക്റ്റ് ഉണ്ടോ, ഒബ്ജക്റ്റ് സ്ത്രീലിംഗമാണെന്ന് കണ്ടുപിടിക്കാൻ സൂത്രം പറഞ്ഞു തന്നെ. എന്താ? വള്ളിയിൽ അവസാനിക്കുന്നത് ഈയിൽ ഈകാരാന്ത സ്ത്രീലിംഗമാണ്. അത് പിന്നെ അതിൻ്റെ പ്ലൂറൽ ആണെങ്കിൽ കഹാനിയാണെങ്കിൽ കഹാനിയാമാകും, ലഡ്കിയാണെങ്കിൽ ലഡ്കിയാമാകും. അപ്പോൾ യാമിൽ അവസാനിക്കുന്ന പ്ലൂറൽ ഫോമുള്ള എല്ലാം സ്ത്രീലിംഗമാണ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ കഹാനിയാണ്. കഹാനി സ്ത്രീലിംഗമാണ്. സ്ത്രീലിംഗം ആണെങ്കിൽ എന്ത് ചെയ്യും? ക്രിയ ഏത് രീതിയിലേക്ക് മാറും? അത് സ്ത്രീലിംഗത്തിലേക്ക് മാറും. അക്കോർഡിംഗ് ടു നമ്പർ ആൻഡ് ജെൻഡർ ഓഫ് ഒബ്ജക്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സുനീതി, രാമനെ കഹാനി സുനീതി. രാമൻ കഥ കേട്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് കേട്ടോ. ഓപ്ഷൻ ബി. ओके, ठीक है ना? तो हम आगे की ओर जाएंगे. तीसरा सवाल, शुद्ध वाक्य कौन सा है? നമുക്ക് ഒരെണ്ണം കൂടി ചർച്ച ചെയ്ത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇതിനെക്കുറിച്ചുള്ള വിശദമായ മറ്റൊരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി പിന്നീട് എടുക്കുന്നതായിരിക്കും. ഓപ്ഷൻ നോക്കാം. നൗക്കറിനെ ഏക് കമറ സാഫ് കി. ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? നൗക്കർ, വേലക്കാരൻ ഒരു മുറി, ഒരു റൂം ക്ലീൻ ചെയ്തു. അവിടെ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് അവൻ ക്ലീൻ ചെയ്തത്? അവൻ റൂമാണ്, വീടല്ല, ഒരു റൂമാണ്. അപ്പോൾ നൗക്കറിനെ ഏക് കമറ സാഫ് കി ഹേ, നൗക്കർ ഏക് കമറ സാഫ് കിയാ, नौकर ने एक कमरा साफ करता है, नौकर ने एक कमरा साफ किया. ഈ സെന്റൻസുകളിൽ ഭൂതകാലം ഏതാണെന്ന് നോക്കുക. ഭൂതകാലത്തിന്റെ കൂടെ മാത്രമേ നേ ചേർക്കാൻ പാടുള്ളൂ. ഭൂതകാലം സാമാന്യ ഭൂതകാലം വേണം, ആസന്ന ഭൂതകാലമായിരിക്കണം, പൂർണ്ണ ഭൂതകാലമായിരിക്കണം, അതും അല്ലെങ്കിൽ സന്ദിഗ്ധ ഭൂതകാലമായിരിക്കണം. ഈ 4 ഭൂതകാല രൂപങ്ങളിൽ മാത്രമാണ് നേ ചേർക്കേണ്ടത്. ഇവിടെ നൗക്കറിനെ ഏക് കമറ സാഫ് കി, നൗക്കർ ഏക് കമറ സാഫ് കിയ. ഇനി നേ ചേർത്ത് കഴിഞ്ഞാൽ കർമ്മത്തിന്റെ ലിംഗവചനം അനുസരിച്ചായിരിക്കും ക്രിയ മാറുന്നത്. ഇവിടെ കർമ്മം കമറയാണ്. കമ്ര എന്നതാണ് കർമ്മം. അതിന്റെ പ്ലൂറൽ ഫോം കമറേ എന്ന്. കമറേ ബച്ചേ ലഡ്കെ കമറേ, ബച്ചേ ലഡ്കെ കമറേ, ഇവയെല്ലാം പുല്ലിംഗം ഏകവചനമാണ്. കമറ ഏകവചനം, കമറേ ബഹുവചനം, ബച്ചേ ബഹുവചനം. ഓക്കെ, അപ്പം നൗക്കറിനെ ഏക് കമറ സാഫ് കർത്താ ഹേ. ഇത് കണ്ട, കർത്താ ഹേ പ്രസന്റ് ടെൻസിലേക്ക് വന്നിരിക്കുകയാണ്. നൗക്കറിനെ ഏക് കമറ സാഫ് കിയ അത് ആസന്ന സാമാന്യ ഭൂതകാലമാണ്. നൗക്കറിനെ ഏക് കമറ സാഫ് കിയ. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതായിരിക്കാം? പെട്ടെന്ന് പറയാൻ പാടില്ലേ? അതാണ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നൗക്കറിനെ ഏക് കമറ സാഫ് കിയ. തോ എൻ്റെ ക്ലാസ് ഇന്നിവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വളരെ വേഗം തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അതിനു മുമ്പ് ഞാൻ ഈ പഠിപ്പിച്ച മുഴുവൻ നിങ്ങൾ യാദ് കർക്കെ രഹ്ന, ഓർമ്മിച്ചിരിക്കണം. സീഖ്തേ രഹ്ന, പഠിച്ചുകൊണ്ടിരിക്കണം. ലിഖ്തേ രഹ്ന, എഴുതിക്കൊണ്ടിരിക്കണം. ഓർ മനൻ കർക്കെ, റട്ടെ മനൻ കർത്തേ ഹി രഹ്ന. ഒരെണ്ണം കൂടിയുണ്ട്, പരീക്ഷ लिखने के लिए, परीक्षा में फर्स्ट टाइम पास होने के लिए तैयार होकर रहना भी चाहिए. तो तब तक के लिए विदा, बाय.